സംസ്ഥാനത്തെ വ്യവസായ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പുതിയ ചെറുകിട സംരംഭങ്ങൾ ഒരുപാട് വന്നു. വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇതൊക്കെയാണ് സർക്കാരിന്റെ അവകാശവാദം. കുറച്ചൊക്കെ ശരിയുമാണ്. പക്ഷേ സർക്കാരിന്റെ മുൻകൈയിൽ വന്ന പല പദ്ധതികളും പാതി വഴിയിൽ കിടക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇലഞ്ഞിയിലെ മുത്തോലപുരത്ത് വന്നിരിക്കുന്നത്. ചേട്ടാ, ഇവിടെ ഈ ഒരു പഴം പച്ചക്കറി സംസ്കരണയുണ്ട്. അതേതാ? ഈ കാണുന്ന ഇത് എത്ര കാലം ഇവിടെ? ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കല്ലിട്ട് പണിതാണ്. പണി തീർന്ന് വർഷങ്ങളായി ഇത് കിടക്കുന്നത്. എല്ലാ സാധനവും ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ പണി AC മുഴുവൻ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. എല്ലാം പോയി. AC ഒക്കെ ഇപ്പം അവിടെ ചുമ്മാതെ വെറും വേസ്റ്റായിട്ട് കിടക്കണം. ആൾക്കാർക്ക് കൊടുക്കാം. സർവ്വ പണിയും തീർന്ന് കംപ്ലീറ്റ് പണിയും തീർന്ന് കിടന്ന ഉദ്ഘാടനം ചെയ്താൽ മതിയായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വല്ലതും പറയുന്നുണ്ടോ? ഒന്നുമില്ല. ആരാ പറയാനോ ചോദിക്കാനോ ആരെങ്കിലും ഉണ്ടോ? ഇതും നമ്മുടെ നാട്ടിലെ ഒരു സംരംഭമാണ്. സർക്കാരിന്റെ സ്വന്തം സംരംഭം. സപ്ലൈകോയ്ക്ക് കീഴിലാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. കഴിഞ്ഞ 4-5 വർഷമായി ഇതേ രീതിയിൽ ഈ കെട്ടിടം കിടക്കുകയാണ്. ഇവിടെ ഇതുവരെ 1 കിലോ പച്ചക്കറിയോ പഴമോ എത്തിച്ച് പ്രോസസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് സർക്കാരിന്റെ ഈ സംരംഭം ഇതുപോലെ കിടക്കുന്നുവെന്നതിനാണ് ഇപ്പോൾ മറുപടി പറയേണ്ടത്. ഇതിപ്പോ ഇതുപോലെ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? വർഷം എത്രയായെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏറെ വർഷങ്ങളായി. ഇതിപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ നല്ലൊരു കാര്യം. കാരണം ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ഒരു ജോലി കിട്ടും. ഇത് ഭക്ഷ്യ സംസ്കരണ കേന്ദ്രമാണ്. അപ്പോൾ ഇവിടുത്തെയുള്ള പൈനാപ്പിൾ കൃഷിക്കാർക്കും സാധാരണക്കാരെ എല്ലാവർക്കും ഒത്തിരി ഗുണകരമാണ്. ഈ പഞ്ചായത്തുള്ള കുറേ പേർക്ക് തൊഴിൽ കിട്ടും. നമ്മളൊക്കെ ഒത്തിരി സന്തോഷത്തോടെ കാത്തിരുന്നതാണ്. പക്ഷേ ഇത് പിന്നെ ഭരണം മാറി അങ്ങനെ ഇങ്ങനെയൊക്കെയോ അത് എന്തെങ്കിലും ആയിട്ട് ഇത് പൊതു ഖജനാവിൽ നിന്ന് പണം മുടക്കി എടുത്തൊരു സംരംഭമാണ്. ഇത് ഈ ജനത്തിൻ്റെ പണമാണ്. അത് ഇതിപ്പോൾ ഈ മെഷീനൊക്കെ തിരിഞ്ഞപ്പോൾ ഈ AC ഇതൊക്കെ എല്ലാം വർക്ക് ചെയ്യുന്നത് യാതൊരു ഉറപ്പുമില്ല. കൂത്താട്ടുകുളം, പിറവം, ഇലഞ്ഞി എന്നൊക്കെ പറയുന്നത് ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ്. ഒരുപാട് പഴവർഗ്ഗങ്ങളും മറ്റും ഉൽപ്പാദിപ്പിക്കുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സംസ്കരണ കേന്ദ്രം വന്നാൽ വലിയ വില അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടും. ആശയത്തിൻ്റെ കുറവല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, അത് നടപ്പാക്കാനുള്ള കാര്യശേഷിയുടെ കുറവാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിലെ ഭക്ഷ്യമന്ത്രി ശ്രീ തിലോത്തമൻ അദ്ദേഹം അന്ന് ഇലഞ്ഞിയിൽ സന്ദർശിച്ചു. 2 വട്ടം അദ്ദേഹം സന്ദർശിച്ചിരുന്നു. എന്നാൽ ടൈം ബൗണ്ടായിട്ട് അത് പൂർത്തിയാക്കാനൊരു പ്രൊജക്റ്റും ചാർട്ടും ഒക്കെ തയ്യാറാക്കിയിരുന്നു. സപ്ലൈകോയുടെ MD-മാർ മാറി മാറി വരുന്ന എല്ലാ MD-മാരും ഈ സ്ഥലം സന്ദർശിക്കാറുണ്ട്. ഞാനുമായിട്ട് ബന്ധപ്പെടാറുമുണ്ട്. അത് നിർബന്ധമായിട്ട് അത് പൂർത്തിയാക്കാൻ അവർ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ മന്ത്രി ശ്രീ ജി അനിൽ അദ്ദേഹവും വളരെ താല്പര്യമെടുത്ത് തന്നെ ഇവിടെ ഇലഞ്ഞിയിൽ അദ്ദേഹം നേരിട്ട് സന്ദർശനം നടത്തി. വിവിധ മീറ്റിങ്ങുകൾ വിളിച്ചു. ഞാൻ തന്നെ അസംബ്ലിയിൽ വിഷയം റേസ് ചെയ്തിരുന്നു. ഇത് പ്രോജക്റ്റ് പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട്. ഗവൺമെൻറ് എപ്പോൾ പറയും പൂർത്തിയാക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഈ നിമിഷവും പറയുന്നത് അതാണ്. പക്ഷേ അത് പൂർത്തിയാവുന്നില്ല. ഇതിന്മേൽ പഞ്ചായത്ത് നൽകേണ്ട നമ്പർ ഇട്ട് കൊടുത്തിട്ടില്ല ഇതുവരെ. ആ നമ്പർ ഇട്ട് കൊടുക്കുന്ന അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്ക് നല്ല കറണ്ട് കണക്ഷൻ കിട്ടുകയുള്ളൂ. ആ കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊരുവിധ ജാഗ്രതയോ തീരുമാനമുണ്ടായില്ല. എന്നാൽ ഈ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിൽ MLAയും യാതൊരുവിധ താല്പര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സർക്കാർ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് അവിടെയുള്ളത്? അതിനകത്ത് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്പർ ഇടുന്നത് പഞ്ചായത്താണ്, സർക്കാരല്ല. ഇതുപോലുള്ള സംരംഭങ്ങൾ നടത്തി കാണിച്ചു കൊടുത്തിട്ട് വേണം സർക്കാർ സ്വകാര്യ സംരംഭകരെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ. ഇതുപോലെ നിങ്ങൾക്ക് മുന്നിലും ഒരുപാട് സാധ്യതകൾ ഈ നാട്ടിലുണ്ട് എന്ന് അവരെ കാണിച്ചു കൊടുക്കണം. നമ്മൾ മനസ്സിലാക്കുന്നത് വെറും 5 കോടി രൂപ വേണം ഇനി ഈ പദ്ധതി പൂർത്തീകരിക്കാൻ. ആ 5 കോടി രൂപ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇതുപോലെ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു പ്രേതാലയം പോലെ ഈ കെട്ടിടം ഇവിടെ കിടക്കുന്നത്. ഇതിനാണ് സർക്കാർ യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടത്. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.